ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയൊരു വിഭവം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടാത്തത് കൊണ്ട് ചെറിയൊരു കിച്ചടി വെക്കാമെന്ന് കരുതി. പാവയ്ക്കാ കിച്ചടി. അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ നാടൻ പാവയ്ക്കാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, മീഡിയം സൈസിലെ. അത് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളർ വരണം കേട്ടോ. നല്ല രീതിയിൽ ബ്രൗൺ കളർ വരുന്നൊക്കെ രീതിയിൽ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് കടുകും നമുക്ക് ആവശ്യത്തിന്, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ചേർക്കല് കേട്ടോ, ഒട്ടും പോലും വെള്ളം ചേർക്കല്. ഞാനിവിടെ കുറേശ്ശെ അതായത് അത് അരഞ്ഞ് പേസ്റ്റ് പരുവത്തിലാവത്തക്ക രീതിയിൽ ഞാൻ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ അരയ്ക്കണം. നല്ല രീതിയിൽ അരഞ്ഞ് വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തൈരെടുക്കുക. എന്നിട്ട് പിന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ ആവശ്യാനുസരണം എത്ര അളവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് കട്ട തൈരെടുത്ത് അതിൻ്റെ ആ കട്ട വിട്ട് പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അപ്പോഴത്തേനും എൻ്റെ അരപ്പൊക്കെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാൻ ആ അരപ്പ് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ ആ പാവയ്ക്കയുടെ അതേ അളവ് കണ്ടില്ലേ, ആ ഒരു ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ കുറച്ച് 2 പേർക്ക് കഴിക്കത്തക്ക രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഈ അരപ്പ് ആ ഒരു നേരത്തെ നമ്മൾ എടുത്ത് വെച്ചല്ലോ തൈര്, നമ്മൾ നല്ല രീതിയിൽ കട്ടയൊക്കെ മാറ്റി വെച്ചിട്ടുള്ള അതിലേക്ക് നമ്മൾ ഈ അരപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ അടിച്ചടിച്ച് അത് നല്ല പരുവത്തിലാക്കി എടുക്കുക. ആ അരപ്പും ആ തൈരും കൂടി മിക്സായി നല്ല രീതിയിൽ നല്ല ഒരു തിക്കായിട്ടൊരു വരുന്ന രീതിയിൽ നമ്മൾ ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പാവയ്ക്ക് കുറേശ്ശെയായിട്ട് മാറ്റി വെക്കുക. കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് ഒരു ഭംഗിക്കൊക്കെ വെക്കാം. അപ്പോൾ ഞാനിതിൽ മൊത്തം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തം പാവയ്ക്ക ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, പിന്നെ കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് പഞ്ചസാരയോടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ താളിച്ച് ചേർക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.